ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നു മുതൽ നമ്മൾ കാണാൻ പോകുന്നത് എവ്രി യു എവ്രി മീ എന്ന് പറഞ്ഞിട്ടുള്ള BL സീരീസ് ആണ്. ഇതിൽ മെയിൻ ആയിട്ട് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റോറി ഡോളിന്റെയും സണ്ണിന്റെയും ആണ്. ഈ കാണുന്നതാണ് സൺ. ഇവനൊരു ഡെലിവറി ബോയ് ആണ്. ഡോളിനാണെങ്കിൽ ഒരു ഓഫീസിൽ നല്ലൊരു ജോലിയുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് അവരുടെ നാട്ടിൽ 30 ദിവസം അടുപ്പിച്ചു മഴ പെയ്യുമെന്ന് ന്യൂസിൽ പറയുന്നത്. ഡെലിവറി ബോയ് ആയിട്ടുള്ള സണ്ണിന് അവന്റെ ജോലി വളരെയധികം കുറയുമല്ലോ. അതുകൊണ്ട് തന്നെ അവന്റെ ബ്രദറിന്റെ ഷോപ്പിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് അവന്റെ ബ്രദറിനോട് പറയുന്നുണ്ട്, എന്തായാലും അവന്റെ ജോലി കുറയും. ഈ മഴയത്ത് അങ്ങനെ ആരും തന്നെ ഒന്നും ഓർഡർ ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ട് കുടകൾ വിറ്റാലോ എന്നവർ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ ബ്രദറിന്റെ ഷോപ്പിൽ നിന്നും കുറെ അധികം കുടകളൊക്കെ എടുത്തോണ്ട് അവൻ അത് വിൽക്കാനായിട്ട് പോവാണ്. അവരുടെ സമൂഹത്തിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസമുണ്ട്. അതെന്താന്ന് വെച്ചാൽ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സോൾമേറ്റിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നു. നമ്മുടെ സോൾമേറ്റിനെ മാത്രമാണ് നമ്മൾക്ക് കളർഫുൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണാൻ പറ്റുക. അങ്ങനെ നമ്മുടെ സൺ നന്നായിട്ട് കുടകളും കോട്ടുകളൊക്കെ വിൽക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് ഡോള് വരുന്നതും അവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്നതും താഴെ വീഴുന്നതും. അവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. അപ്പോഴാണ് സണ്ണിന് മനസ്സിലാകുന്നത് ഡോളാണ് അവന്റെ സോൾമേറ്റ് എന്ന്. സണ്ണിനും ഡോളിനും പരസ്പരം നന്നായി കളറിൽ കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി എല്ലാതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സണ്ണിനാണെങ്കിൽ ഒരുപാട് സന്തോഷായിട്ട് ആകെ വണ്ടർ അടിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുവാണ്. പക്ഷെ ഡോളാണെങ്കിൽ അവന്റെ ബസ് വന്നുടനെ തന്നെ അവിടെ നിന്നും പോകാനായി നോക്കുന്നുണ്ട്. സൺ അവിടെ ഇരിക്കുന്നവരോടെല്ലാം അവനറിയോ, അവൻ എവിടെ വർക്ക് ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ആർക്കും ഡോളിനെ അറിയില്ല. അവൻ ഉടനെ തന്നെ പോയി ബ്രദറിനോട്, ഞാൻ എന്റെ സോൾമേറ്റിനെ കണ്ടുപിടിച്ചു, എനിക്ക് അവനെ മാത്രം കളർഫുൾ ആയിട്ട് കാണാൻ പറ്റി എന്നൊക്കെ പറയുമ്പോ ബ്രദർ പറയുന്നുണ്ട്, നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് നിന്നെ പറ്റിക്കുകയായിരുന്നല്ലേ. സണ്ണിന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ പേര് ഓ എന്നാണ്. ഓ നിന്നോട് പറഞ്ഞില്ലേ അവന് നിന്നെ നല്ല കളറിൽ കാണാൻ പറ്റുന്നുണ്ട്. നിനക്ക് അവനെ കളറിൽ കാണാൻ കഴിയാത്തത് നിനക്കെന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണെന്ന്. അപ്പൊ അവൻ നിന്നെ പറ്റിക്കുകയായിരുന്നല്ലേ. അവൻ ശരിക്കും നിന്റെ സോൾമേറ്റ് ഒന്നും ആയിരുന്നില്ല. നീ വെറുതെ എന്തിനാ അവന്റെ കൂടെ ഇത്രയും കഷ്ടപ്പെട്ടു നിന്നത്? അവന് ആകെ വേണ്ടത് നിന്റെ കയ്യിലിരിക്കുന്ന പൈസ മാത്ര. നിന്റെ കയ്യിലെ പൈസ തന്നാൽ എന്തെങ്കിലും തല്ലുണ്ടാക്കി അവൻ പോകും. പിന്നെയും നീ സമ്പാദിച്ച നിന്റെ കൂടെ വന്ന് എല്ലാ പൈസയും എടുത്തോണ്ടോ. നീയാണെങ്കിൽ അവൻ നിന്റെ സോൾമേറ്റ് ആണെന്ന് വിചാരിച്ചോണ്ട് അവനെ വീണ്ടും വീണ്ടും സഹായിക്കും. അതെല്ലാം കേൾക്കുമ്പോൾ സൺ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചിരുന്നത് അവൻ പറയുന്നത് സത്യമാണെന്നാ. അവൻ എന്റെ സോൾമേറ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരാണ് എന്റെ സോൾമേറ്റ് എന്ന്. ഇനി എന്തായാലും ഓ തിരികെ വന്നാലും ഞങ്ങൾ രണ്ടുപേരും ഒന്നാകാൻ പോകുന്നില്ല എന്നൊക്കെ സൺ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസവും സൺ ഡോളിനെ കാണാനായിട്ട് ആ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെ ഡോളിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. സണ്ണിനാണെങ്കിൽ ഒരുപാട് വിഷമായിട്ട് അവൻ വളർത്തുന്ന പൂച്ചക്കുട്ടീനെ നോക്കാനായിട്ട് പോവാണ്. അങ്ങനെ അവിടെ വെച്ച് സൺ ഡോളിനെ കാണുകയാണ്. അവന്റെ പൂച്ചക്കുട്ടിക്ക് ഡോളായിരിക്കും ഫുഡ് കൊടുക്കുന്നുണ്ടാവുക. അവനെ കണ്ടതും സണ്ണിന് ഒരുപാട് സന്തോഷാവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീയാണോ ഇന്നലെയും ഈ പൂച്ചക്കുട്ടിക്ക് ഫുഡ് കൊടുത്തത്? ഞാൻ ഇന്നലെ വന്ന് നോക്കുമ്പോൾ അതിന്റെ പ്ലേറ്റിൽ കുറച്ച് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഡോൾ അതിന് സമ്മതിക്കുന്നുണ്ട്. സൺ വീണ്ടും പറയുകയാണ്, ഞാൻ അധികം വലിച്ചു നിട്ടാതെ നേരെ പോയിന്റിലേക്ക് വരാം. എനിക്ക് നിന്നെ നല്ല കളറിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം നീ എന്റെ സോൾമേറ്റ് ആണെന്നാ. എനിക്കറിയാം നിനക്കും എന്നെ കളറിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന്. ഏതായാലും നമ്മൾ സോൾമേറ്റ് അല്ലേ, എന്നാ പിന്നെ ഞാൻ നിന്നെ പറ്റി കൂടുതൽ അറിഞ്ഞോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഡോള് പറയുകയാണ്, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒട്ടും വിശ്വാസമില്ലാന്ന്. എന്നിട്ട് വേഗം തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട്. സണ്ണാണെങ്കിൽ ആ ഒരു റിപ്ലൈ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഡള്ളാവുന്നുണ്ട്. അങ്ങനെ അവൻ റൂമിലേക്ക് ചെന്നതും അവന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഓന്റെ മെസ്സേജ് വരികയാണ്. നമ്മൾ തമ്മിൽ ഇപ്രാവശ്യവും ചെറിയ തല്ല് മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഒന്നായാലോ എന്നായിരിക്കും അവന്റെ മെസ്സേജ്. അത് കണ്ടതും സൺ മുന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. ഓ പറഞ്ഞിരുന്നത്, എനിക്ക് നിന്നെ നല്ല കളറായിട്ട് കാണാൻ പറ്റും,
പക്ഷെ ഈ ലോകത്തിലെ 1% ആളുകൾക്ക് മാത്രം അവളുടെ സോൾമേറ്റിനെ കണ്ടാലും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ആ 1%ത്തിൽ നീയും പെടും. അതുകൊണ്ടാണ് നിനക്കെന്നെ കളറിൽ കാണാൻ സാധിക്കാത്തതെന്നാ. അതെല്ലാം സൺ അന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അവന് മനസ്സിലായി അവനെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു എന്ന്. അതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സൺ ആ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നില്ല. അതുടനെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അടുത്ത ദിവസം ഒരു ഓഫീസിലേക്ക് ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട് സൺ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് മനസ്സിലാവുകയാണ് അത് ഓർഡർ ചെയ്തത് ഡോളാണെന്ന്. അങ്ങനെയാണ് സണ്ണിന് ഡോളിന്റെ പേര് മനസ്സിലാകുന്നത്. അവൻ പറയുന്നുണ്ട്, നീയാണോ ഈ ഫുഡ് ഓർഡർ ചെയ്തത്? ഞാൻ ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് ഡെലിവറി ചെയ്യാനായിട്ട് വരാറുണ്ടല്ലോ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് നിന്നെ കാണുന്നത്. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. നിന്റെ ഡെലിവറി ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു തരാം എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ടെങ്കിലും ഡോൾ വേഗം തന്നെ ഉള്ളിലേക്ക് പോവാണ്. പക്ഷെ സൺ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവരുടെ ഓഫീസ് ടൈം കഴിയുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഡോളിനോട് സൺ അവനെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡോൾ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് പോകാൻ നോക്കുവാണ്. അപ്പോഴാണ് അവന്റെ മുന്നിലൂടെ പെട്ടെന്നൊരു ബൈക്ക് പോകുന്നതും ഡോൾ വേഗം താഴെ വീഴുന്നതും. ആ വീഴ്ചയിൽ അവന്റെ കൈയിനും കാലിനും ചെറിയ പരിക്കുകളൊക്കെ പറ്റുന്നുണ്ട്. സൺ വേഗം അവന്റെ അടുത്തേക്ക് ഓടി പോവുകയും ഞാൻ നിനക്ക് മരുന്നൊക്കെ വെച്ച് തരാം എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഡോളാണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ വേഗം തന്നെ ഡോളിനെ അവന്റെ ബ്രദറിന്റെ ഷോപ്പിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ വെച്ച് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാന്ന്. നീ ജാട കാണിച്ചതുകൊണ്ടല്ലേ വീണതും ഇങ്ങനെ പരിക്കുകൾ പറ്റിയതും. ഞാൻ നീ വിചാരിക്കുന്നത് പോലെ അത്ര മോശം ആളൊന്നല്ല. നിനക്ക് നന്നായിട്ട് പരിക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് കുറച്ചും കൂടി മരുന്ന് തരാം, അത് വീട്ടിൽ പോയിട്ട് തേക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഡോളിന് മനസ്സിലാകുന്നുണ്ട് സൺ അത്ര മോശമായിട്ടുള്ള ഒരാളല്ലാന്ന്. എന്നിട്ട് സൺ പറയാണ്, ഡോൾ, എനിക്ക് നിന്നെ നല്ല കളറിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിനക്ക് എന്നെയും അങ്ങനെ കാണാൻ പറ്റുന്നില്ലേ? അതിനർത്ഥം നമ്മൾ സോൾമേറ്റ് ആണെന്നല്ലേ? അവൻ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ ഡോൾ പറയുകയാണ്, നീ വീണ്ടും ആ കാര്യം തന്നെയാണോ പറയാനായിട്ട് ശ്രമിക്കുന്നത്? നീ പറഞ്ഞത് ശരിയാണ്. എനിക്ക് നിന്നെയും നല്ല കളറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനർത്ഥം നമ്മൾ സോൾമേറ്റ് ആണെന്നാണ്. പക്ഷെ എനിക്ക് അതിലൊന്നും ഒട്ടും വിശ്വാസമില്ല. ഈ ലോകത്തിലെ സോൾമേറ്റ്സുകൾ മാത്രാണോ നന്നായിട്ട് ജീവിക്കുന്നത്? അല്ലല്ലോ. സോൾമേറ്റ്സ് അല്ലാതെ സ്നേഹം കൊണ്ട് ഒരുപാട് കാലം നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട്. സോൾമേറ്റ്സ് ആയിട്ടും പിരിഞ്ഞു പോയവരുണ്ട്. നമ്മൾ രണ്ടുപേരും സോൾമേറ്റ് ആണെന്ന് കരുതി നമ്മുടെ ലവ് എന്നേക്ക് നിലനിൽക്കണമെന്നില്ല എന്നൊക്കെ പറയുമ്പോ സൺ പറയുന്നുണ്ട്, നീ പറയുന്നതും ശരിയാണ്. പക്ഷെ സോൾമേറ്റ്സിനെ കണ്ടുപിടിക്കാന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. നമ്മൾ ട്രൈ ചെയ്യാതെ ഇത് വർക്കൗട്ട് ആവില്ലാന്ന് നീ എങ്ങനെ പറയാ? അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഡോൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവൻ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് തിരികെ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സൺ തന്നെ അവന് വീണ്ടും ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടാക്കുവാണ്. അവിടെ വെച്ച് സൺ പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എങ്ങോട്ടെങ്കിലും പോകാനോ എന്തെങ്കിലും ഡെലിവറി ചെയ്യാനോ എന്താവശ്യം വന്നാലും എന്നെ വിളിച്ചാൽ മതി. ഞാൻ നല്ല സേഫ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. പ്രത്യേകിച്ച് നിനക്കിപ്പോ വയ്യാത്തതല്ലേ, അതുകൊണ്ട് തന്നെ എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചോ. പക്ഷെ അതിന് നിനക്ക് എന്റെ നമ്പർ വേണ്ടേ? ഒരു കാര്യം ചെയ്യ്, നീ എനിക്ക് നിന്റെ നമ്പർ തരൂ എന്നൊക്കെ ചോദിക്കുമ്പോ ഡോള് പറയുന്നുണ്ട്, ഒരടവ് എടുക്കണ്ട, അവന്റെ നമ്പർ തരത്തില്ലാന്ന്. സണ്ണാണെങ്കിൽ വീണ്ടും 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 ഒരുപാട് പ്രാവശ്യം നമ്പർ ചോദിക്കുന്നുണ്ട്. ഡോള് പറയാണ്, ഞാൻ നിനക്ക് എന്റെ നമ്പർ തരത്തില്ല. ഒരു കാര്യം ചെയ്യ്, നീ എനിക്ക് നിന്റെ നമ്പർ താ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചാ പോരെ. സൺ അത് കേട്ടതും, ഓ അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടാണല്ലേ, അതുകൊണ്ടല്ലേ നീ എന്റെ നമ്പർ ചോദിക്കുന്നേ, വിഷമിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഡോളിന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ കയ്യിൽ നിന്റെ നമ്പർ ഓൾറെഡി ഉണ്ട്. ഇന്ന് ഫുഡ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഞാൻ നിന്നെ കോൾ ചെയ്തതല്ലേ, പക്ഷെ ഞാൻ നിന്റെ പെർമിഷൻ ചോദിച്ചതാ. ഇപ്പോ നീയായിട്ടാണ് എന്റെ നമ്പർ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നിന്നെ വിളിച്ചാലും നിനക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ സൺ ഒരുപാട് ഹാപ്പിയാണ്. അങ്ങനെ അടുത്ത ദിവസം ഡോളിന് അർജന്റായിട്ട് ഒരു ഫയല് ഡെലിവറി ചെയ്യേണ്ട ആവശ്യം വരികയാണ്.
അവൻ ഒരുപാട് ആളുകളെ വിളിക്കുന്നുണ്ടെങ്കിലും ആരും ഫ്രീ ആവില്ല. അങ്ങനെ അവസാനം ആരെയും കിട്ടാത്തത് കൊണ്ട് മാത്രം സണ്ണിനെ വിളിക്കുകയാണ്. അങ്ങനെ സൺ വേഗം വന്നിട്ട് ആ ഫയലൊക്കെ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. അതിനുശേഷമുള്ള എല്ലാ ദിവസങ്ങളിലും അവർ പരസ്പരം കാണുന്നുണ്ട്. അവർ കൂടുതൽ അറിയാനായിട്ട് തുടരുകയാണ്. അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നു പോയി. ഇന്ന് ഡോളിന്റെ ബർത്ത്ഡേ ആണ്. അതോർമ്മയുള്ള ഒരേ ഒരാൾ അവന്റെ അമ്മ മാത്രമായിരിക്കും. അമ്മ രാവിലെ തന്നെ വിളിച്ചിട്ട് അവനെ വിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓഫീസിലിരിക്കുമ്പോൾ അവിടുത്തെ എംപ്ലോയീസ് ഹാപ്പി ബർത്ത്ഡേ സോങ് ഒക്കെ പാടുന്നുണ്ടായിരിക്കും. ഡോൾ വിചാരിക്കുകയാണ് ഡോളിന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായെന്ന്. അങ്ങനെ അവൻ ഒരുപാട് സന്തോഷിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അവിടെ ഇന്ന് തന്നെ വേറൊരാളുടെ ബർത്ത്ഡേ കൂടി ഉണ്ടെന്ന് അവന് മനസ്സിലാകുന്നത്. അവന് ആകെ വിഷമാവുന്നുണ്ട്. അങ്ങനെ ഓഫീസ് ടൈം കഴിഞ്ഞ് തിരികെ പോകുമ്പോഴായിരിക്കും സണ്ണിന്റെ കോൾ വരുന്നത്. സണ്ണെന്ന് ഒരുപാട് ബിസിയാണ്. അതുകൊണ്ട് തന്നെ ഡോളിനെ പിക്ക് ചെയ്യാനായിട്ട് ഇന്ന് വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൂടി കേൾക്കുമ്പോൾ ഡോളിനാകെ വിഷമാവുകയാണ്. എന്നിട്ട് അവൻ ഒരു ടാക്സി ഒക്കെ വിളിച്ചിട്ട് തിരികെ പോകാനായിട്ട് തീരുമാനിക്കുമ്പോഴായിരിക്കും പുറകിൽ നിന്നും ഒരു ഹാപ്പി ബർത്ത്ഡേ സോങ് കേൾക്കുന്നത്. അത് സണ്ണായിരിക്കും. ഇന്ന് ഡോളിന്റെ ബർത്ത്ഡേ ആണെന്ന് സണ്ണിനും അറിയാം. അവന്റെ ഡെലിവറി ആപ്പിലൂടെയാണ് ഡോളിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ സണ്ണ് കണ്ടുപിടിച്ചിരുന്നത്. ഡോളിനാണെങ്കിൽ ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അടുത്ത എംപ്ലോയീസ് എല്ലാം അവന് വിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഡോളിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു കഫേയിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് സൺ പറയുന്നുണ്ട്, ഈ കഫേയിലെ സാധനങ്ങൾക്ക് നല്ല റേറ്റാ, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നും ഒന്നും കഴിക്കാറില്ല. ഡോൾ തിരികെ പറയുന്നുണ്ട്, നിനക്ക് ഒരുപാട് ജോലി കിട്ടുന്നുണ്ടല്ലോ, എന്നിട്ടും നിനക്ക് പൈസ തികയുന്നില്ലേ? നിന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാകേണ്ടതല്ലേ? സൺ പറയാണ്, എന്റെ കയ്യിൽ അങ്ങനെ ഒരുപാട് പൈസയൊന്നുമില്ല, ജസ്റ്റ് ജീവിക്കാനുള്ള പൈസ മാത്രം. എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് എന്റെ അച്ഛൻ മരിക്കുന്നത്. പിന്നെ എന്നെ വളർത്തിയത് എന്റെ അമ്മയാണ്. അമ്മയുടെ സോൾമേറ്റിനെ കണ്ടുമുട്ടിയപ്പോ ആളെ കല്യാണം കഴിച്ചു. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം അമ്മ ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാ. പിന്നെ അങ്ങോട്ട് എന്റെ കാര്യമൊക്കെ നോക്കിയത് ഞാനാ. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നതും. സത്യം പറഞ്ഞാ എനിക്ക് എന്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആളിപ്പോഴുണ്ടെങ്കിൽ എന്റെ ലൈഫ് കുറച്ചും കൂടി മെച്ചപ്പെട്ടേനെ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോ ഡോളിന് സണ്ണിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഡോളിന് സണ്ണിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തുടങ്ങുവാണ്. അങ്ങനെ അവർ തിരികെ പോവാണ്. അപ്പോഴാണ് നമ്മുടെ സണ്ണിന്റെ എക്സ് ലവർ ആയിട്ടുള്ള ഓനെ കാണുന്നത്. ഓ വന്നിട്ട്, സൺ, നീ എന്താ ഇപ്പൊ എന്റെ മെസ്സേജ് ഒന്നും കാണാത്തത്? റീപ്ലൈയും തരുന്നില്ലല്ലോ, കോൾ ചെയ്തിട്ട് എടുക്കൊന്നുമില്ല. എന്തെങ്കിലും ചെറിയ പ്രശ്നം നമുക്ക് ഉണ്ടാകുമ്പോൾ തന്നെ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് പോവാണോ ചെയ്യേണ്ടത്? നിനക്ക് അറിയുന്നതല്ലേ ഞാൻ നിന്റെ സോൾമേറ്റ് ആണെന്ന്. നിനക്കാണെങ്കിൽ നിന്റെ സോൾമേറ്റിനെ കണ്ടാൽ പോലും മനസ്സിലാവത്തില്ല, നീ കളർ ബ്ലൈൻഡ് ആണ്. എന്നിട്ട് പോലും ഞാൻ നിന്നെ സ്നേഹിച്ചു. എന്നിട്ട് ഇതാണോ നീ എനിക്ക് തിരികെ തരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സൺ പറയുകയാണ്, ഓ, നീ എന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് എന്റെ സോൾമേറ്റിനെ കളറിൽ തന്നെ കാണാൻ കഴിയും. ഞാൻ ഇവനെ കളറിൽ കണ്ടു. നമ്മൾ ശരിക്കും സോൾമേറ്റ്സ് ആയിരുന്നില്ല, നീ എന്നെ പറ്റിക്കുകയായിരുന്നു. പക്ഷെ ഓ ആണെങ്കിൽ വീണ്ടും സണ്ണിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സൺ ഒരുപാട് പറഞ്ഞിട്ടും ഓ അവനെ വിടുന്നില്ല. അപ്പോഴാണ് ഡോൾ അതിനുള്ളിൽ കയറി ഇടപെടുന്നത്. ഇനിയും ഓ സണ്ണിനെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഓ തിരികെ പോകുന്നത്. അങ്ങനെ അവിടെ വെച്ച് സൺ ഡോളിനോട് ഓനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ട് ഡോൾ സണ്ണിനോട് ചോദിക്കുകയാണ്, നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ ഞാനാണ് നിന്റെ സോൾമേറ്റ് എന്ന് നിനക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ നിനക്ക് എന്നെ ഇഷ്ടാണെന്ന്. എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് ഒരു കാര്യം മാത്രമാണ്, ഞാൻ നിന്റെ സോൾമേറ്റ് ആയതുകൊണ്ട് മാത്രമാണോ നീ എന്നെ ഇഷ്ടപ്പെടുന്നത്, അതോ എന്റെ ക്യാരക്ടറൊക്കെ മനസ്സിലായിട്ടാണോ? സണ്ണിനാണെങ്കിൽ അപ്പോൾ ഒരു ആൻസർ പറയാനായിട്ട് സാധിക്കുന്നില്ല. പെട്ടെന്നാണ് മഴ പെയ്യുന്നത്. ഇതിന്റെ മറുപടി ഞാൻ പിന്നെ പറയാം, ഇപ്പൊ നീ സേഫ് ആയിട്ട് മാറി നിൽക്ക് എന്നൊക്കെ ഡോളിനോട് പറയുന്നുണ്ടെങ്കിലും സൺ ഒരു ആൻസർ പെട്ടെന്ന് പറയാത്തത് കൊണ്ട് തന്നെ ഡോൾ വേഗം തന്നെ പോകുന്നുണ്ട്. സൺ ഒരുപാട് പ്രാവശ്യം ഡോളിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡോൾ സണ്ണിന്റെ കോളൊന്നും എടുക്കുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം അവന്റെ ബ്രദറിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ബ്രദർ ചോദിക്കുന്നുണ്ട്,
അവൻ ചോദിച്ചതിലും കാര്യമുണ്ട്. നീ നിന്റെ സോൾമേറ്റ് ആയതുകൊണ്ട് മാത്രാണോ അവൻ ഇഷ്ടപ്പെടുന്നത്, അതോ നിനക്ക് അവനെ ശരിക്കും ഇഷ്ടമുണ്ടോ? സണ്ണ് പറയാണ്, ഞാൻ ആദ്യം അവനെ ഇഷ്ടപ്പെട്ടത് അവൻ എന്റെ സോൾമേറ്റ് ആയതുകൊണ്ടാ. പക്ഷെ ഇപ്പോൾ എനിക്ക് അവൻ ആരാണെന്നൊക്കെ അറിയാം. ഞാൻ ഇപ്പോൾ സ്നേഹിക്കുന്നത് അവനെ മാത്രാണ്. പക്ഷെ ആ സമയത്ത് എനിക്കിതൊന്നും പറയാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ ഇതെല്ലാം അവനോട് തുറന്നു പറയുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സണ്ണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അവന്റെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അവിടെ ഓനെ കാണുന്നത്. സണ്ണിന്റെ പൈസയെല്ലാം മോഷ്ടിക്കാനായിട്ടാണ് ഓ റൂമിലേക്ക് വന്നിട്ടുള്ളത്. സൺ വേഗം തന്നെ അവനെ മാറ്റി നിർത്തുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഓ സണ്ണിന്റെ അമ്മയുടെ നെക്ലസ് ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരിക്കും. നീ എന്തിനാ വീണ്ടും എന്റെ കയ്യിൽ നിന്നും പൈസ എടുക്കാനായിട്ട് വരുന്നത്, നമ്മൾ ഓൾറെഡി നിർത്തിയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓ അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ആ സമയത്തായിരിക്കും ഡോൾ സണ്ണിനെ വിളിക്കുന്നത്. സാധാരണ ഈ സമയമാവുമ്പോ തന്നെ സൺ ഡോളിന്റെ അടുത്തേക്ക് ചെല്ലാറുള്ളതാണ്. ഇന്ന് കാണാത്തത് കൊണ്ടാണ് അവനെ വിളിച്ചു നോക്കുന്നത്. സൺ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും ഓ അത് കട്ടാക്കിയിട്ട് ഫോൺ എറിഞ്ഞു കളയുകയാണ്. പിന്നെയും ഡോള് ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് സണ്ണിന് പറ്റുന്നില്ല. അതിനോടൊപ്പം തന്നെ ഓ സണ്ണിനെ ആക്രമിക്കാനും തുടങ്ങുകയാണ്. സണ്ണ് കോൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഡോളിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നുകയാണ്. എന്നിട്ട് വേഗം തന്നെ സണ്ണിന്റെ ബ്രദറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ബ്രദർ ഒരു പ്രാവശ്യം വിളിച്ചു നോക്കും. എന്നിട്ട് വേഗം അവന്റെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഓ അവനെ ആക്രമിക്കുന്നത് കാണുന്നത്. ഡോളാണെങ്കിൽ ഓനെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും വേറെ റൂമിലെ ആളുകൾ അങ്ങോട്ട് വരികയും ഓനെ വേഗം തന്നെ പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഡോൾ സണ്ണിനെ ഒരുപാട് ആശ്വസിപ്പിക്കുകയാണ്. ഒപ്പം അവന്റെ ബ്രദറും ഉണ്ട്. അങ്ങനെ ഡോളും സണ്ണും കൂടെ പുറത്തേക്ക് പോവുകയാണ്. സൺ ഡോളിനോട് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. കൃത്യസമയത്ത് അങ്ങോട്ട് എത്തിയത് കൊണ്ടാണ് സണ്ണിന് അവന്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പറയാണ്, ഡോൾ എനിക്ക് എന്റെ ആൻസർ ഇപ്പൊ അറിയാം. നീ എന്റെ സോൾമേറ്റ് ആയതുകൊണ്ടല്ല ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്, മറിച്ച് നീ ആരാണോ ആ വ്യക്തിയെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അത് കേൾക്കുമ്പോൾ ഡോളിനും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കിസ് ചെയ്യുകയാണ്. അങ്ങനെ ഈ സ്റ്റോറി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് വേറെ സ്റ്റോറി ആയിരിക്കും. അത് കുറച്ച് ഇമോഷണൽ ആണ്. അപ്പോൾ അത് കാണാനായിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യാം. ബൈ.